ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല നൈസായിട്ടുള്ള പത്തിരി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ്സാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് പൊടിയാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിന് എടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. എന്നിട്ട് വെള്ളം നല്ല തിളക്കുമ്പോൾ ഈ 2 ഗ്ലാസ് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ പത്തിരി ഉണ്ടാക്കുന്നവരായിരിക്കും. എന്നാലും ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വെള്ളം കൂടി പോവാതിരിക്കാനും ഇതുപോലെ വാട്ടിയെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എന്നിട്ട് ഇതുപോലെ ഒരു തവി കൊണ്ട് എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ വാട്ടിയെടുക്കാം. ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം ഇതുപോലെ മിക്സാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിം ആക്കി അടച്ചു വെക്കാം. ഈ ചൂടോടെ തന്നെ ഒരു തട്ടിലേക്ക് മാവ് പരത്തിയിടാം. എന്നിട്ട് ഇത് ഒരു ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു തവി കൊണ്ട് നല്ലവണ്ണം ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ആ ചൂടോടെ തന്നെ ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആയാലും മതി. എന്നിട്ട് അതിൻ്റെ ബാക്ക് വശം കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് നല്ലവണ്ണം കുറേശ്ശെയായിട്ട് ആ ചൂടിൽ തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ. ചൂടൊന്ന് തണഞ്ഞാൽ കൈ പൊള്ളുന്ന ചൂടിൽ നിന്ന് കുറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നിച്ച് വെള്ളം ഇലാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ നല്ലവണ്ണം മാവ് കുഴച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അല്പം വെള്ളം അതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. കുഴച്ചെടുത്തിട്ട് ആ കൈ കൊണ്ട് തൊട്ടാൽ തന്നെ അറിയാം നല്ലവണ്ണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ബോൾസാക്കി എടുക്കാം. അപ്പം ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ പരത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ്സും യൂസ് ചെയ്യാം. പക്ഷേ ആ കൈ കൊണ്ട് പരത്തിയിട്ടുള്ള പത്തിരിയാണ് നല്ല നൈസായി കിട്ടുക. പ്രസ്സിലാണെങ്കിൽ ആദ്യം ഒന്ന് അമർത്തി കൊടുത്ത് പിന്നെ വീണ്ടും ഒന്നും കൂടെ പരത്തിയെടുത്താലേ നല്ല നൈസായി കിട്ടുള്ളൂ. പൊടി എടുക്കുന്ന ഗ്ലാസ്സിൽ അതേ അളവിൽ തന്നെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ വെള്ളം കൂടി പോവുകയുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വാട്ടിയെടുക്കാനും പറ്റും കേട്ടോ. ഞാനപ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ ബോൾസാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് പൊടി തൂവി കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ പത്തിരി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ആവശ്യത്തിന് ചുട്ടെടുക്കാം കേട്ടോ. നല്ല എയർ ടൈറ്റ് പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ മതി. എന്നിട്ടൊരു ചുട്ടെടുക്കുന്നതിൻ്റെ മുൻപ് പുറത്ത് വെക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുപ്പുണ്ടാവും. അപ്പോൾ ആ തണുപ്പ് പോയി കഴിഞ്ഞിട്ട് ചുട്ടെടുത്താൽ മതി. പരത്തിയെടുക്കുമ്പോൾ പൊടി കൂടുതലായി പോകരുത്. ആവശ്യത്തിന് തൂവി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ പത്തിരി പെട്ടെന്ന് തന്നെ മഞ്ഞച്ചിരിക്കും. എന്നിട്ട് ചട്ടിയിലിട്ട് കൊടുക്കുമ്പോൾ നല്ലവണ്ണം തട്ടി ഇട്ട് കൊടുക്കണം.
ഇനി നമുക്കിതെല്ലാം ചുട്ടെടുക്കാം. പാന് നല്ലവണ്ണം ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് വാടി തുടങ്ങിയാൽ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഒന്ന് സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ നല്ലവണ്ണം പൊങ്ങി വരും. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. പാന് നല്ലവണ്ണം ചൂടായതിന് ശേഷം പത്തിരി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാനായിട്ട്, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്ക് ഈ പൊടിയൊന്ന് പാനിൽ നിന്ന് തട്ടിയെടുത്തിട്ട് വേണം അടുത്ത പത്തിരി ഇട്ട് കൊടുക്കാനായിട്ട്. പത്തിരി പരത്തിയെടുത്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ നൈസ് പത്തിരി എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വാട്ടിയെടുത്ത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.